തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ നഗരസഭയിൽ അട്ടിമറി. UDF സിറ്റിംഗ് സീറ്റ് BJP പിടിച്ചെടുത്തു. BJP സ്ഥാനാർത്ഥി A മധുസൂദനൻ 72 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. വിവരങ്ങളുമായി സജോ, മട്ടന്നൂരിൽ എന്താണ് സംഭവിച്ചത്? വേണു, മട്ടന്നൂർ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു BJP സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. അവിടെ നേരത്തെ കഴിഞ്ഞ തവണ നടന്ന തിരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. LDF 3ാം സ്ഥാനത്താണ്. UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. കാലങ്ങളായും UDF വിജയിക്കുന്ന ടൗൺ വാർഡാണ്. അവിടെ പക്ഷേ ഇക്കുറി പുതിയ വോട്ടർമാർ കൂടി എത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം BJPയുടെ ഒപ്പം എത്തി എന്നതാണ് അതിൽ ശ്രദ്ധേയമായ കാര്യം. 72 വോട്ടുകളുടെ ഏതാണ്ട് കംഫർട്ടബിൾ മജോറിറ്റി തന്നെയാണ്. കഴിഞ്ഞ തവണ 12 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. BJPയുടേത് അപ്രതീക്ഷിത വിജയമാണ്. പക്ഷേ സംഘടനാപരമായി നല്ല ശേഷിയുള്ള സ്ഥലമാണ്. ജില്ലയിലാകെയും 4 തദ്ദേശ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിലേറ്റവും ശ്രദ്ധേയം BJPയുടെ അട്ടിമറി ജയം തന്നെയാണ് മട്ടന്നൂർ നഗരസഭയിലേത്. ഒപ്പം മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെ UDFന്റെ സിറ്റിംഗ് സീറ്റ് LDF പിടിച്ചെടുത്തു. അവിടെയും ഒരു അട്ടിമറിയുണ്ട്. മറ്റ് 2 വാർഡുകൾ രാമന്തളിയിലെയും മുട്ടത്തെയും, അതായത് മാടായി മുട്ടത്തെയും 2 വാർഡുകളും UDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അവർ നിലനിർത്തി. മുഴപ്പിലങ്ങാട് LDFന്റെ അട്ടിമറി ജയം അത് കോൺഗ്രസിൻ്റെയും സിറ്റിംഗ് സീറ്റായിരുന്നു. പക്ഷേ അതേസമയം മട്ടന്നൂരിലെ BJPയുടെ വിജയം തന്നെയാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.